ചോറ് തിന്നില്ലേ മോളെ? തട്ടിമറിച്ചു കളഞ്ഞല്ലോ. എന്റെ അമ്മ എന്റെ അമ്മ അമ്മ. മോളിവിടെ ഇരിക്കേ, അമ്മ ചോറ് കൊണ്ടുവരാം. ഇരിക്കേ. മോള് വാ, ഇരിക്കേ. കഴിച്ചു. മുഴുവനും കഴിക്കണേ. അമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കഴിക്ക്. കുറച്ച് ഇറച്ചിക്കറിയാ, നല്ല നാടൻ പോലെ ഇറച്ചിയാ. ഞാൻ നമ്മുടെ ഷാപ്പിലെ കറിക്കച്ചവടം നടത്തുന്ന മാധവനാ. എനിക്കറിയാം നിന്നെ, ആളെ ശരിക്കും മനസ്സിലായി. അല്ല, ഞാൻ തൽക്കാലം ഒരു പൂവിനെ ഇവിടെ വേണ്ട. ഇവക്ക് വേണ്ടത് കൊടുക്കാൻ എനിക്കറിയാം. മാധവനങ്ങ് പോയാട്ടെ. മോളെ, കിടക്ക. ഇവിടെ പന്നെ പരട്ടെ, ചെമ്മടുത്തരം കാണിക്കുന്നു.
വാ. മോളെ എന്താ പെങ്ങളെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം? ഒന്നുമില്ലച്ചോ. അതല്ല, കണ്ടാലറിയാം എന്തോ വിഷമമുണ്ട്. എന്തു പറ്റി? ജീവിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണെങ്കിലും പറയൂ, എന്താ കാര്യം? ഇത്ര ഒരു കുട്ടിയെ പോലും ഉപദ്രവിക്കുന്ന കാലം ഇത്. അച്ഛനൊന്ന് പറഞ്ഞേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനൊരു മകളെ? നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ജനിക്കുന്നത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അതൊരു മാനസികാവസ്ഥയാണ്. സാഹചര്യം മാറുമ്പോ മാറ്റം വരും. അച്ഛോ, ഞാൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാ. ഞാൻ പണിക്ക് പോയാ ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ആറ്റിലേക്കാ പോകുന്നത്. അവിടെ ഒരു പാറയുണ്ട്. ഇവളാ പാറയിൽ പോയിരുന്ന് കളിക്കും. ആ പാറയിലാ കള്ളുകുടിമാരും വന്നിരിക്കുന്നത്. അതുകൊണ്ടിപ്പോ മുറിയിൽ പൂട്ടിയിട്ടിട്ടാ ഞാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യും? അച്ഛനൊന്ന് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യൂ. സേവാഗ്രാം, സേവനത്തിന്റെ ഗ്രാമം, സ്നേഹപൂജയുടെ കേന്ദ്രം, മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പരിശീലന പുനരധിവാസ കേന്ദ്രം. ബഹുമാനപ്പെട്ട ജേക്കബ് താന്നീലച്ചൻ CMI സഭയ്ക്കു വേണ്ടി 1991 ഈ സേവനാലയം സ്ഥാപിച്ചത്. കോട്ടയം ജില്ലയിലെ
വെട്ടിമുകൾ എന്ന സ്ഥലത്താണ് സേവാഗ്രാം. ഇവിടുത്തെ രീതി ഇതാണ്. അദ്ദേഹവും സഹപ്രവർത്തകരും കൂടി മാനസിക, വൈകാരിക, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ തേടിപ്പിടിച്ചുകൊണ്ടുവരുന്നു. ശാസ്ത്രീയവും അതേസമയം സ്നേഹപൂർണവുമായ പരിശീലനത്തിലൂടെ സാധാരണ ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഇതിന് അദ്ദേഹത്തെ സഹായിക്കുന്നത് CMI സഭയിലെ വൈദികരാണ്. അതോടൊപ്പം അധ്യാപകരും സിസ്റ്റേഴ്സും കഠിനാധ്വാനം ചെയ്ത് ഈ നാടിനും നാട്ടുകാർക്കും അനുഗ്രഹമായി ഈ സ്ഥാപനം മാറ്റിയിരിക്കുകയാണ്. വെറും 7 കുട്ടികളുമായി 1991 സേവാഗ്രാം ആരംഭിക്കുന്നത്. സേവനത്തിന്റെ 25 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇന്നിവിടെ ആൺകുട്ടികളും പെൺകുട്ടികളുമായി 70 പേരുണ്ട്. ബുദ്ധിവൈകല്യം ഒരു ശാപമല്ല, അത് ജീവിതത്തിന്റെ കൈപ്പേറിയ ഒരു അനുഭവം മാത്രമാണ്. അതിനൊരു പരിഹാരവുമുണ്ട്. ഇതാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. സ്വപ്നങ്ങൾ തകർന്ന പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളുമായി സന്തോഷത്തോടെ ഈ സ്ഥാപനത്തിൽ നിന്നും പോകുമ്പോൾ ബഹുമാനപ്പെട്ട താന്നിയിലച്ചനോടൊപ്പം CMI സഭയും സന്തോഷിക്കുകയാണ്. അച്ചോ, വാ മോളെ. നിങ്ങൾ ഇന്ന് തന്നെ പോന്നു? അച്ഛൻ പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ പോരാന്ന് വെച്ചു. ബോർഡിങ്ങിൽ ചേരാൻ റെഡിയായിട്ടല്ലേ വന്നത്? അതെ അച്ചോ. അത് നോക്കുക. അച്ഛൻ നിന്നെ ഒന്നും ചെയ്യില്ല, മോള് പേടിക്കണ്ട. വരൂ. ഫാദർ എന്നെ അറിയോ? ഞാൻ ഡോക്ടർ ആശ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ഡോക്ടറെ എനിക്കറിയാം. ഫാദർ പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് കപ്പ്യാരി പറഞ്ഞു. ഞാൻ രാവിലെ പോകുമെന്ന് കപ്പ്യാരോട് പറഞ്ഞിരുന്നു. രാവിലെ അല്പം താമസിച്ചായിരുന്നേറ്റെ, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. വരുന്നത് മുൻകൂട്ടി അറിയിക്കാനും പറ്റിയില്ല. ഈ വഴി പോയപ്പോ ഇവിടെ കയറിയത്. എന്താ കാര്യം ഡോക്ടറെ? ഞാനീ മെന്റൽ റിട്ടാർഡേഷനുള്ള കുട്ടികളുടെ പരിശീലനത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. IMAയുടെ ലോക്കൽ യൂണിറ്റിൽ അവതരിപ്പിക്കാന്. ഫാദർ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പോ സൗകര്യം ഉണ്ടാവോ? ഡോക്ടർ വരൂ, നമുക്ക് അകത്ത് പോയി ഒരു ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാം.
നല്ല കാറ്റ്. ഇവിടെ നിന്നാ മതി, ഫ്രഷ് എയറാ. ഇവിടെ വരുന്ന കുട്ടികൾക്ക് കാര്യമായ മാറ്റം കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഏറ്റവും സീനിയറായ ഒരു കുട്ടിയുണ്ട്, വന്നിട്ട് 4 വർഷമായി. ദാ അങ്ങോട്ട് നോക്ക്. വരൂ, നമുക്കൊന്ന് പരിചയപ്പെടാം. മോഹിനി. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോഹിനി ഇവിടുത്തെ വളർത്തുമൃഗങ്ങളുടെ ചാർജിലാണ്. ആടിനും പശുക്കൾക്കും ഒക്കെ സുഖമല്ലേ മോഹിനി? അതെ. പശുക്കൾക്ക് പരുത്തിക്കുരു അരച്ചു കൊടുക്കുന്നുണ്ടല്ലോ. കറവയുള്ളതിന് കൊടുത്താൽ മതി കേട്ടോ. ആടിന് കാടി പിണ്ണാക്കും മാത്രം മതി. അതെ, പശുക്കളും ആടും മാത്രം വളർന്ന പോരാ, മോഹിനിയും നന്നായിട്ട് ആഹാരം കഴിക്കണം. ഡോക്ടർ വരൂ. സിസ്റ്റർ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളാ, സിസ്റ്റർ സുമാ റോസ്. ഡോക്ടർ ആശയ അറിയാവല്ലോ? അറിയാം, ഹെൽത്തിലെ ഡോക്ടറല്ലേ. ആശ ഡോക്ടർ സേവാഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ വന്നതാ. വേണ്ട കാര്യങ്ങള് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, വെൽക്കം. ഞാൻ ആ സ്പീച്ച് തെറാപ്പി റൂം വരെ ഒന്ന് പോയിട്ട് വരാം. എല്ലാ കാര്യങ്ങളും സിസ്റ്റർ പറഞ്ഞു തരും. ഫാദർ പൊയ്ക്കോളൂ, ഞാൻ പിന്നീട് വന്ന് ഫാദറിനെ കണ്ടോളാം. ശരി, ആയിക്കോട്ടെ. ശരി, വരൂ ഡോക്ടർ. ഇവിടെ എത്ര കുട്ടികളുണ്ട്? 55 പേരുണ്ട്. ഫുള്ളി റെസിഡൻഷ്യൽ ആണോ അതോ ഡേ സ്കോളേഴ്സും ഉണ്ടോ? 2 കൂട്ടരും ഉണ്ട്. ഒഴുക്കിനെതിരെ നീന്തിയവനാണ് ബഹുമാനപ്പെട്ട താന്നിയിലച്ചൻ. പ്രതിസന്ധികളെ അസാധാരണമായ ആത്മീയ ബലത്തോടെ അദ്ദേഹം നേരിട്ടു. സേവാഗ്രാമിലെ കുട്ടികൾ കലാകായിക രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെയും സഹപ്രവർത്തകരുടെയും കഠിനാധ്വാനമുണ്ട്. ഓരോ കുട്ടിയിലും ചെറിയൊരു അഗ്നിസ്ഫുലിംഗം അദ്ദേഹം കണ്ടെത്തും, പിന്നെ അതിനെ ഊതിക്കത്തിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ശൈലി. ഇതിനായി കളിയിലൂടെ കാര്യം എന്ന പ്രായോഗിക വഴിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇന്നിപ്പോ കുറച്ചു കുട്ടികളേ ഉള്ളൂ. മുമ്പൊക്കെ ഞങ്ങൾ മിക്ക കുട്ടികൾക്കും ആഹാരം വാരിക്കൊടുക്കുമായിരുന്നു. ഇപ്പൊ 1-2 പേർക്കേ കൊടുക്കുന്നുള്ളൂ. ഡിപ്പെൻഡൻസി കുറഞ്ഞതോടെ അവർ മാനസികമായി വളർന്നു. ഇതാണ് വേണ്ടത്. ഇരിക്കെ. ഇത് കുറെ ഉണ്ടല്ലോ. ഗ്രേറ്റ്. സംസ്ഥാന ലെവലിലും ദേശീയ ലെവലിലും ഒക്കെ ഇവര് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. ലോസ് ആഞ്ചൽസിൽ വെച്ച് നടന്ന വേൾഡ് ഒളിമ്പിക്സിൽ സേവാഗ്രാമിൽ നിന്നും പോയ 2 കുട്ടികൾക്ക് സ്വർണ്ണമുണ്ട്. ഓ, കൺഗ്രാറ്റുലേഷൻ സിസ്റ്റർ. താങ്ക് യു. ഒളിമ്പിക്സിന് പോയവർ ട്രോഫികളുമായി തിരിച്ചു വരിക. നമുക്ക് അവരെ സ്വീകരിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാം. വരൂ. താന്നിയിലച്ച റോസാപ്പൂവേ, സ്നേഹം നിറയും മണിമുത്തേ, ഞങ്ങൾ പാടും പുതിയൊരു ഗാനം, മൂഷികവാ
ചാമരകന്ന വിളംബിതസൂത്ര വാമനരൂപ മഹേശ്വരപുത്ര വിഘ്നവിനായക പാദനമസ്തേ. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നമുക്ക് 2 സ്വർണ്ണ മെഡൽ കിട്ടിയതിനാൽ നാളെ വെള്ളിയാഴ്ച കൂടി അവധി തരികയാണ്. നിങ്ങൾ ഇനി തിങ്കളാഴ്ച വന്നാൽ മതി. അച്ചോ, എല്ലാത്തിനും നന്ദിയുണ്ട്. പോയി വരൂ, തിങ്കളാഴ്ച കാണാം. പോയിട്ട് വാ മോളെ. എടി, എന്റെ അടുത്ത് വന്ന് കിടക്കടി. വേണ്ട. അതെന്താ? ഇത്രയും നാൾ അങ്ങനെയല്ലായിരുന്നല്ലോ. അമ്മയുടെ ദേഹത്ത് മുഴുവൻ ചെളിയാ. അമ്മ കുളിച്ചില്ല. ഓ, അതാണോ കാര്യം? മോളെ, ഇന്ന് നീ ഇവിടെ കിടക്കണം. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇന്ന് ഞാൻ ഉറങ്ങത്തില്ല. വേണ്ട, ഉറങ്ങണ്ട. ഞാൻ വരില്ല. മോഹിനി, ആരാത്? മോഹിനി, ഈ ചുരിദാറും ടോപ്പും നിനക്കുള്ളതാ. എന്റെ ഒരു സമ്മാനോ. നീ അറിയുവാ? പോവിടുന്ന്. എനിക്കെങ്ങും വേണ്ട. മോഹിനി, പോവാനാ പറഞ്ഞത്. മോഹിനി, നീ? അതെ, മോഹിനി തന്നെയാ. നിന്നോട് പോവാനാ പറഞ്ഞത്. അമ്മേ, പിന്നെ നീ എന്നെ അങ്ങ് ഒലത്തും. ഒന്ന് പോടാ. അവള് വരില്ല. ഒരു കോപ്പിലെ ഇടപാട്. ഇനിയിപ്പോ ആ പെണ്ണിന് ആരാ ഉള്ളത്?
അവരുടെ ഒരു ബന്ധു ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അതാരാ സിസ്റ്ററെ? അവളുടെ അമ്മയുടെ ചേച്ചിയോ മറ്റോ. മന്ദബുദ്ധിയായി പോയില്ലേ? ഇനിയിപ്പോ ആ സേവാഗ്രാമിലേക്ക് തന്നെ പോകുന്നതല്ലേ നല്ലത്. പിന്നല്ലാതെ. എന്നാൽ മോഹിനി സേവാഗ്രാമിലേക്ക് പോയില്ല. അവൾ ജീവിക്കാൻ തീരുമാനിച്ചു. അതുതന്നെയായിരുന്നു സേവാഗ്രാമിന്റെ പരിശീലന ലക്ഷ്യവും. ജീവിക്കാനായി അവൾ ഒരു വീട്ടിൽ വേലയ്ക്ക് ചേർന്നു. എന്നാ വില? കിലോ 60 രൂപ. അരക്കിലോ മതി. ആ.